A planetary model of atom, that is electron revolving around nucleus in a circular path, has two major issues. The first one is the stability. That model could not explain the stability of atoms. Second one is the observed spectral series of hydrogen atom. Then നമ്മൾ കണ്ടായിരുന്നു ഡി ബ്രോഗ്ലി മാറ്റർ വേവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ ഓർബിറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു ബോർ ആറ്റം മോഡലിൽ. ഡി ബ്രോഗ്ലി മാറ്റർ വേവ് എന്നുള്ള കൺസെപ്റ്റും കൂടി ഇലക്ട്രോണിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് സർക്കംഫറൻസ് ഓഫ് ദാറ്റ് ഓർബിറ്റ് ഷുഡ് ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അങ്ങനെ അത് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അതിൻ്റെ എനർജി ലെവൽസൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ഇനി അടുത്ത് ബോർ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ദി ഒബ്സർവ്ഡ് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ. സ്പെക്ട്രൽ സീരീസ് നമ്മൾ പറഞ്ഞായിരുന്നു, ലൈമൻ സീരീസ്, ബാമർ സീരീസ്, വിസിബിൾ സീരീസിൽ വരുന്ന ബാമർ സീരീസ്, എച്ച് ആൽഫ, എച്ച് ബീറ്റ ലൈൻസ്. ആ സീരീസുകളെയാണ് ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലൈൻസ് മാത്രം വരുന്നത്, എച്ച് ആൽഫ, എച്ച് ബീറ്റ അങ്ങനെ ഒരു ലൈൻസ് വരും? അതല്ലെങ്കിൽ ഈ ഒരു എംപിരിക്കൽ ഫോർമുലയാണ്, ഈ ഒരു എംപിരിക്കൽ ഫോർമുലയിൽ ആ സീരീസുകളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഈ എംപിരിക്കൽ ഫോർമുലയാണ് ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ ബോർ ആറ്റം മോഡലിൻ്റെ ഒരു ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് ആയിരുന്നു, വെൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ, ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദിസ് ലെവൽ ഈസ് എമിറ്റഡ് ആസ് ഫോട്ടോൺ. അതല്ലെങ്കിൽ ഒരു എനർജി ലെവൽ നമ്മൾ കണ്ടായിരുന്നു, ഇതിൻ്റെ എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ്. En = m⁴ 8ε0² divided by 1/n², where n = 1, 2, etc. When n = 1, we will get E1 ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിന് നമുക്ക് E1 എന്ന് വിളിക്കാം. സോ വളരെ സിമ്പിളായിട്ട് En = E1/n². അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസാണ്. ഒരു ലാഡറിൻ്റെ സ്റ്റെപ്പുകൾ പോലെയാണ്. ലാഡറിൻ്റെ സ്റ്റെപ്പ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും, പക്ഷേ ഇവിടെ അങ്ങനെയല്ലെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം, ഡിസ്ക്രീറ്റൈസേഷൻ അങ്ങനെ മനസ്സിലാക്കാം. ഒരു ലാഡറിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്കേ പോകാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ എവിടെയും നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഇവിടെ ചവിട്ടാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ടാണ്, അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്കേ പോകാൻ പറ്റുള്ളൂ. ഇതിനിടയിലുള്ള ഒരു സ്ഥലവും പെർമിസിബിൾ അല്ല, ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഗിവ്സ് എ ക്ലൂ that connects with the observed spectral lines. എന്തുകൊണ്ടാണ് ഈ സ്പെക്ട്രൽ ലൈൻസ് കണ്ടിന്യൂസ് അല്ലാതെ ചില ഡിസ്ക്രീറ്റ് ലൈൻസ് മാത്രം കാണുന്നു എന്നുള്ളതിന് ഒരു ക്ലൂ ഈ എനർജി ലെവൽസിൽ നിന്ന് കിട്ടാണ്. ഇനി എങ്ങനെയാണത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ ബോർ പോസ്റ്റ്ലേറ്റ് ഇതാണ്, ഫോട്ടോൺ എനർജി, എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. ഒരു ലോവർ സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ലോവർ എനർജി ലെവലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ടെങ്കിൽ hν ഓഫ് ഫോട്ടോൺ അത് വരികയാണെങ്കിൽ ആ എനർജി അത് അബ്സോർബ് ചെയ്യണം. അത് അബ്സോർബ് ചെയ്തിട്ട് അത് ഹയർ എനർജി ലെവൽ, ഒരു ഫൈനൽ സ്റ്റേറ്റ് EFലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്ത് വരുന്ന ആ സ്പെക്ട്രലിൽ എന്തുണ്ടാവില്ല, ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഉണ്ടാവില്ല, അത് ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എമിഷൻ സ്പെക്ട്ര. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺ ഒരു ലോവർ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് EF - EI ഓഫ് എനർജി ഫോട്ടോണിൻ്റെ രൂപത്തിൽ എമിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമുക്ക് എമിഷൻ സ്പെക്ട്ര ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എനർജി ലെവൽസിന് അതിൻ്റെ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് മാത്രമാണ് നമ്മൾ അബ്സോർപ്ഷനിലും എമിഷൻ സ്പെക്ട്രലിലും കിട്ടുന്നത്. സോ ഫോട്ടോൺ എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ എനർജി ലെവൽ മൈനസ് ഫൈനൽ എനർജി ലെവൽ. So photon energy is hν is equal to EI minus EF. So in terms of ground state energy level, we can denote En as E1/n². So EI is E1 divided by Ni². EI എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് 1 ആണെങ്കിൽ 1, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ 2, എങ്ങനെ. അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ. സോ E1 divided by Ni² മൈനസ് EF ഫൈനൽ എനർജി സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ NF ആണെങ്കിൽ ദാറ്റ് ഈസ് മൈനസ് E1 divided by EF². E1 is taken outside. Now we can write, നമുക്ക് ആ ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ എഴുതാം. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിൽ നിന്ന് ഒരു നെഗറ്റീവ് സൈൻ ഈസ് ടേക്കൺ ഔട്ട്സൈഡ്, മൈനസ് E1/h ഇൻറ്റു 1/nf² മൈനസ് 1/ni². നമുക്ക് ഇനി ഇൻ ടേംസ് ഓഫ് ലാംഡ, we know nu is equal to c by lambda. So I can write 1/λ is equal to c nu. So c is taken to right hand side. So 1/λ is equal to minus E1/ch
1/nf² മൈനസ് 1/ni². അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബോർ മോഡലിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഒബ്സർവ്ഡ് സ്പെക്ട്രൽ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം E1 ഈസ് നെഗറ്റീവ്. എന്തായിരുന്നു E1ൻ്റെ വാല്യൂ? E1 ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. സോ -E1/CH അത് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ E1 ഈ എനർജിയും സിക്കും ലൈറ്റ് വെലോസിറ്റി പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ you can see it is exactly the same as R, the Rydberg constant that appeared in these empirical formulas. അപ്പോൾ വളരെ ഈ സ്പെക്ട്രൽ സീരീസിൻ്റെ ഇത് എംപിരിക്കൽ ഫോർമുല ആയിരുന്നു. ഈ ഒരു എംപിരിക്കൽ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് അവർ കണ്ടായിരുന്നു. ആ സ്പെക്ട്രൽ സീരീസിനെ എല്ലാം ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയാമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ഫോർമുലയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രശ്നം. അപ്പോൾ ബോർ ആറ്റം മോഡലിന് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ എംപിരിക്കൽ ഫോർമുലയ്ക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇവിടെ വരുന്ന ഈ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് -E1/CH ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി നമുക്ക് ഓരോ സീരീസുകളും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ലൈമൻ സീരീസിൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് NF = ലൈമൻ സീരീസിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്തായിരുന്നു? 1/λ = R ടൈംസ് 1/1² മൈനസ് 1/n², വേറെ n = 2, 3 എക്സെട്ര. അപ്പോൾ ഈ ജനറൽ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ NF മൈനസ് NI, NFൻ്റെ സ്ഥലത്ത് ഇവിടെ വരുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, N1 ആയിട്ട് വരുന്ന സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ NF = 1, പിന്നെ NI ഇനീഷ്യൽ സ്റ്റേറ്റുകൾ എന്താണ്? അതിന് കൂടിയ എനർജി ലെവലിൽ നിന്നുള്ളതാണ് പറ്റുന്നുള്ളൂ. അപ്പോൾ 1/λ = -E1/CH, അല്ലെങ്കിൽ ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്, R × 1/1² മൈനസ് 1/nf, വേറെ NF = 2, 3. അപ്പോൾ ഒരു ഹയർ ലെവലിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് E1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ആ സീരീസ്, ആ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ആ വേവ് ലെങ്ത്തുള്ള സീരീസാണ് ലൈമൻ സീരീസ് എന്ന് പറയുന്നത്, UV റേഞ്ചിൽ വരുന്നത്. ഇതിനടുത്തത് ബാമർ സീരീസിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്തായിരുന്നു? 1/2² മൈനസ് 1/n², വേർ n ഈസ് 3, 4, 2. അപ്പോൾ 3യിൽ നിന്ന് n = 3, 4, 5 ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ n = 2 എന്ന് പറയുന്ന ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ലൈൻസ് ആണത്. സോ ഫോർ ബാമർ സീരീസ് NF = 2, NI ഈസ് 3, 4 എക്സെട്ര. ഇനി അടുത്ത സീരീസ് ആകുമ്പോൾ പാഷൻ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ n = 3 എന്നുള്ള ആ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സ്പെക്ട്രൽ ലൈൻസ് ആണ് ബ്രാക്കറ്റ് സീരീസ്. NF ഈസ് 4, P1 സീരീസ് NF = 5. അപ്പോൾ ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതൊരു ഗ്രാഫിക്കൽ വ്യൂ ആണത്. ലൈമൻ സീരീസ് നമ്മൾ പറഞ്ഞായിരുന്നു n = 1ലേക്ക് ഹയർ സ്റ്റേറ്റിൽ നിന്ന്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. സോ അതിൽ ആദ്യത്തെ ലൈൻ വരുന്നത് n = 2 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്, E2 എന്നുള്ള എനർജി ലെവലിൽ നിന്ന് E1ലേക്ക് വരുമോ, ഇവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ വരുന്നതാണ് ലൈമൻ സീരീസിലെ ഫസ്റ്റ് ലൈൻ. ദെൻ n = 3, അല്ലേ, ക്വാണ്ടം നമ്പർ n = NF, ദിസ് ഈസ് NF ഫൈനൽ സ്റ്റേറ്റ്. NI ക്യാൻ ബി 2, 3 എക്സെട്ര. അപ്പോൾ n = 3യിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു, 4ൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു, 5ൽ നിന്ന്, അങ്ങനെ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് ആണ് ഈ ലൈമൻ സീരീസ് വരുന്നത്. അത് ഇതിൻ്റെ എനർജി ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും എനർജി വരുന്ന വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ UV റേഞ്ചിൽ വരുന്ന വേവ് ലെങ്ത് ആയിരിക്കും. അതുകൊണ്ടാണ് ലൈമൻ സീരീസ് UV ആയത്. ഇനി ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത സീരീസ് ബാമർ സീരീസാണ്. ബാമർ സീരീസിൽ എന്തായിരുന്നു? ബാമർ സീരീസിൽ n = 2ലേക്ക്, അല്ലേ, ബാമർ സീരീസിൽ n = 3, 4, 5 അല്ലെങ്കിൽ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് n = 2ലേക്ക് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ലൈൻസാണ് ബാമർ സീരീസ്. സോ ഫോർ എക്സാമ്പിൾ n = 3യിൽ നിന്ന്, അല്ലെങ്കിൽ E3യിൽ നിന്ന് E2ലേക്ക് വരുന്നതാണ് നമുക്ക് ആദ്യത്തെ ലൈൻ കിട്ടുന്നത്, H-α റെഡ് ലൈനായിട്ട് കിട്ടുന്ന H-α ലൈൻ n = 3 to n = 2. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ബാമർ സീരീസിലെ H-α ലൈൻ കിട്ടുന്നത്. പിന്നെ അടുത്ത ലൈൻ n = 4ൽ നിന്ന് n = 2 വരുമ്പോൾ H-β, H-γ and so on അങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ എനർജി ലെവൽ ഇതിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ ഇത് UV ആയിരുന്നു. ഈ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻവിസിബിൾ റേഞ്ച്. അതുകൊണ്ടാണ് ബാമർ സീരീസ് ആദ്യം തന്നെ ഡിറ്റക്ട് ചെയ്യപ്പെട്ടത്. ഇനി അടുത്ത സീരീസ് എന്ന് പറയുമ്പോൾ പാഷൻ സീരീസ് ഫൈനൽ സ്റ്റേറ്റ് ക്വാണ്ടം നമ്പർ n = 3 ആണ്. ഇപ്പോൾ E3യിലേക്കാണ് വരുന്നത്. അപ്പോൾ ഹയർ സ്റ്റേറ്റ്, അതിന് മുമ്പുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് E3യിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് വരുന്നത്. ഇത് നോക്കുക, എനർജി കുറവാണ്. ഇനി വരുന്ന സീരീസുകൾ പാഷൻ, ബ്രാക്കറ്റ്, P1 അതിലൊക്കെ എനർജി കുറവാണ്. അപ്പോൾ എനർജി കുറവാകുമ്പോൾ IR റേഞ്ചിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ബോർ ആറ്റം മോഡലിന് വളരെ സക്സസ്ഫുള്ളായിട്ട് ഒബ്സർവ്ഡ് സ്പെക്ട്രൽ സീരീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ രണ്ട് കാര്യങ്ങളായിരുന്നു പ്ലാനറ്ററി മോഡലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, അപ്പോൾ സ്റ്റേബിൾ ഓർബിറ്റ്സ്
ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്ലൈ സർക്കംഫറൻസ് വരുന്ന ഓർബിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വേവ് നേച്ചർ ഇലക്ട്രോണിന് നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ആണ് ഇട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാതെ ആ വേവിന് അതിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് വേണം. അങ്ങനെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. രണ്ടാമത് എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആണ് വരുന്നത്. അതിൽ നിന്ന് തന്നെ ഡിസ്ക്രീറ്റ് സ്പെക്ട്രയാണ് നമുക്ക് കിട്ടുന്നത്. ലൈൻ സ്പെക്ട്ര ആണ് കിട്ടുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്ര ആയാലും എമിഷൻ സ്പെക്ട്ര ആയാലും. ഓക്കെ, ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെഷ്യലായിട്ട് വരുന്ന സ്പെക്ട്രൽ സീരീസ് ആണ്. ഇതുപോലെ നമ്മൾ സോഡിയം വേപ്പർ ലാമ്പ് അല്ലെങ്കിൽ മെർക്കുറി ലാമ്പ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ എനർജി ലെവൽസ് എത്രയാണെന്ന് നോക്കിയാൽ ആ എനർജി ലെവൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എമിഷൻ സ്പെക്ട്ര കിട്ടുന്നത്. നമ്മൾ ലാബിൽ സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കാണുന്ന റെഡ് ലൈൻ, ബ്ലൂ ലൈൻ, വയലറ്റ് ലൈൻ, ഗ്രീൻ ലൈൻ, യെല്ലോ ലൈൻ, അതെല്ലാം മെർക്കുറിയുടെ എനർജി ലെവലിൻ്റെ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്.